എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് പൊട്ടാറ്റോ സ്റ്റൂ ആണ്. ഉരുളക്കിഴങ്ങും ബീഫും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു കുറുമക്കറി റെസിപ്പിയാണ്. ഫ്രഷ് ക്രീമൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കറി ബ്രെഡിൻ്റെ കൂടെയും പാലപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിന്നിവിടെ 4 പേർക്ക് കഴിക്കാനുള്ള അത്ര അളവിലാണ് പറയുന്നത്. അതിനുവേണ്ടി 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബീഫാണ് എടുത്തിട്ടുള്ളത്. ബാക്കി വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ബീഫിൻ്റെ അളവ് 250 ഗ്രാം ആണ്, അല്ലെങ്കിൽ 1/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലോട് കൂടിയും എല്ലില്ലാതെയും എടുക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ബീഫും പൊട്ടറ്റോയും ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു 2 പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ ക്യാരറ്റ് ചേർക്കണം എന്നുള്ളവർ ഈ ഒരു സമയത്ത് ഒരു ക്യാരറ്റ് കൂടി ചെറുതായിട്ട് കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പട്ടയും 3 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായി വേവിച്ചെടുക്കണം. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൂടി അടുപ്പിച്ചാൽ ബീഫും പൊട്ടാറ്റോയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 1/4 കപ്പ് കാഷ്യൂനട്ട്, 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുതിർത്താൻ വെക്കുക. ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് ഈ ഒരു കാഷ്യൂനട്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. കുതിർത്തിയതിന് ശേഷം കാഷ്യൂനട്ട് അരച്ചെടുത്താലാണ് പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടുക. ഒരു മിക്സിയുടെ ജാറിലിട്ട് കാഷ്യൂനട്ട് അരച്ചെടുക്കുക. കൂടെ 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 കൈപ്പിടി അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്താൽ മതി. ഒരുപാട് തേങ്ങ ഈ ഒരു കറിയിലേക്ക് ചേർക്കണ്ട. തേങ്ങ ഇതുപോലെ കാഷ്യൂനട്ടിൻ്റെ കൂടെ അരയ്ക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് അരയ്ക്കാവുന്നതാണ്. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, ഒന്ന് ചതച്ചെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പറാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കുരുമുളകും പെരിഞ്ജീരകവും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇതുപോലെ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയും നല്ലതുപോലെ വഴണ്ട് മിക്സായി വരണം. നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നിടം വരെ മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ചെറിയൊരു പുളിയുള്ള തക്കാളി ചേർക്കുന്നത് നല്ലതായിരിക്കും. അധികം പഴുക്കാത്ത തക്കാളിയാണ് ഈ ഒരു കറിയിലേക്ക് നല്ലതായിരിക്കുക. തക്കാളി ഒരുപാട് വെന്ത് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് മാത്രം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി റെഡിയായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ ഇതുപോലെ ബീഫും പൊട്ടാറ്റോയും ഒരുമിച്ച് വേവിച്ചെടുക്കുന്നതാണ്. ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ട്, പൊട്ടാറ്റോയ്ക്ക് വേവ് കുറവാണ്. അപ്പോൾ പൊട്ടാറ്റോ നല്ലതുപോലെ വെന്ത് മാഷായി കിട്ടും. അതുപോലെ ബീഫും നല്ലപോലെ വെന്ത് കിട്ടണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സാധാരണ നമ്മൾ വെക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർത്തില്ലെങ്കിലും ഈ ഒരു പൊട്ടാറ്റോയും ബീഫും മാത്രം മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ ചൂടായി മിക്സായി വന്നതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരപ്പാണ്. തേങ്ങയും കാഷ്യൂനട്ടും ചേർത്ത് അരച്ച മിക്സും കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കാഷ്യൂനട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഇതിന് പകരം കാഷ്യൂനട്ട് സെപ്പറേറ്റ് അരച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല.
അരച്ച പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ആ ഒരു അരപ്പിൻ്റെ പച്ചക്കുത്ത് പോവാൻ ഒന്നങ്ങ് തിളച്ചെടുത്താൽ മതി. ഒരു തിള വരുമ്പോഴേക്കും ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും മൊത്തത്തിൽ നല്ലപോലെ ചൂട് പിടിച്ച് തിളച്ച് വന്നോളും. ഒരു തിള വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് താളിക്കണം എന്നുള്ളവർക്ക് താളിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 2-3 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് താളിച്ചൊഴിക്കാവുന്നതാണ്. ഇനി താളിച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് ബീഫൊക്കെ മതിയാവും. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ ചേർത്ത് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ഞാനൊരു നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം, വെള്ളയപ്പം, പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ ഡിന്നറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ബീഫും പൊട്ടറ്റോ ഉണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.